ചുമ്മാ നമ്മളെ കാണുമ്പോൾ ഒരു പരിചയമില്ലാത്തവർ വന്നിട്ട് പറയണം തടിയെ കുറച്ച് കുറയ്ക്കണം കേട്ടോ, വണ്ണം വയറ് കൂടുന്നുണ്ടല്ലോ. ഈ ബോഡി ഷേമിങ് നമ്മുടെ നാട്ടുകാരൊക്കെ വരട്ടെ, മീഡിയ ആണ് ആദ്യം ഒരു മനുഷ്യനെ കൊല്ലുന്നത്. ആര് പറഞ്ഞു തോന്നൂലെന്ന് അവർക്ക് അപ്പൊ ദേഷ്യം വരുമല്ലോ. പറഞ്ഞാണ് മടുത്തല്ല, ജീവിച്ചു മടുത്തൊന്നുമില്ല. കമ്പനി അല്ലെങ്കിൽ ടീച്ചറിന്റെ അടുത്ത് വീണ്ടും റിലേഷൻ കീപ്പ് ചെയ്യാൻ തോന്നിയത് ടീച്ചറിന് തന്നെ ഇഷ്ടമുണ്ടല്ലോ. എന്നെ അമ്മ വിളിച്ചത് വഴക്കാളിയാക്കും. ഇത് 56ാമത്തെ പ്രാവശ്യം പറയുമ്പോ നമ്മൾ ഇങ്ങനെ അവർക്ക് ഇപ്പൊ മടുത്ത് പറഞ്ഞാണ് മടുത്തല്ല, ജീവിച്ചു മടുത്തൊന്നുമില്ല. പഴയതുപോലെ സൗഭാഗ്യം ഇഷ്ടമല്ല. ഓക്കെ, അല്ല ലവ് സ്റ്റോറി എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് മാറ്റിയൊക്കെ പറയാം. ലവ് സ്റ്റോറി സ്റ്റൈല് മാറ്റി പറയാലോ, ഞാൻ ഉദ്ദേശിച്ച സ്റ്റൈലൊക്കെ മാറ്റി പറയാലോ, കുറച്ച് മാറ്റി പറയാം. അതൊന്നൊരു മഴയുള്ള ദിവസമായിരുന്നു. അങ്ങനെയല്ല, അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്. ട്രെയിനിലേക്ക് കയറി പോയപ്പോ ഓപ്പോസിറ്റിൽ അർജുൻ ചേട്ടൻ പറയാം ലവ് സ്റ്റോറി. ചേച്ചി പറയാം ചേട്ടൻ. അങ്ങനെ നമ്മൾ സത്യം പറഞ്ഞാൽ അങ്ങനെ പ്രേമിച്ചൊന്നും നമ്മൾ നടന്നിട്ടൊന്നുമില്ല. നമ്മളിങ്ങനെ ഒരുമിച്ച് പട്ടിയെ വളർത്തി ഡാൻസ് ക്ലാസ് ഉണ്ട്, അതിനാണ് പ്രേമിച്ചതെന്ന് പറയുന്നത്. പോവന് അപ്പൊ നമ്മൾ പ്രേമിച്ചിട്ടൊന്നുമില്ല. നമ്മൾ ആദ്യം ഡോഗ്സിനെ വളർത്തുമ്പോഴും നമ്മൾ ഡാൻസ് ക്ലാസ്സിന്റെ അവിടെ പോകുമ്പോഴൊക്കെ നമ്മൾ പ്രേമമായിരുന്നു. ഇല്ലല്ലോ, നമ്മൾ ഫ്രണ്ട്സ് അല്ലായിരുന്നു. പിന്നെ എപ്പോഴും നമ്മൾ തീരുമാനിച്ചു എന്നാ പിന്നെ നമ്മൾ വിവാഹത്തിലേക്ക് എത്തി. നല്ല ഫ്രണ്ട്സ് എല്ലാം ഒരുമിച്ച് ജീവിക്കേണ്ടെന്നുള്ളതാണ് നമ്മൾ അങ്ങ് സത്യം പറഞ്ഞാൽ നമ്മൾ വളരെ പ്രാക്ടിക്കൽ ആയിരുന്നുള്ളതാണ് സത്യം. നമ്മൾ പ്രേമിക്കാന്നൊക്കെ വിചാരിച്ചു വേറെ ആൾക്കാര്, പിന്നെ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് ആരും ശരിയാവണില്ല. ആണ്, അതുകൊണ്ട് അങ്ങ് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പൊ നമ്മൾ നമ്മൾ തമ്മിലായിരിക്കും ചിലപ്പോ കറക്റ്റ് വൈബ് സെറ്റായ മാത്രല്ലേ കല്യാണം കഴിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മളത് പറഞ്ഞതും പെട്ടെന്ന് അങ്ങ് കല്യാണം അങ്ങ് നടത്തി. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പ്രേമിച്ച് നടക്കാനുള്ളൊരു പക്ഷെ എല്ലാരും വിചാരിച്ചു നമ്മൾ നേരത്തെ പ്രേമത്തിലായിരുന്നു, ഇവര് കള്ളത്തനം പറഞ്ഞു നമ്മുടെ അടുത്ത്, അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. സത്യമായിട്ട് അങ്ങനെ അല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു താര ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് അർജുൻ ചേട്ടനെന്ന് ഞാൻ പണ്ട് ഒരു ഇന്റർവ്യൂല് പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അതുകൊണ്ട് സ്വന്തമായിട്ട് പോയിട്ട് സ്വന്തമായിട്ട് പോഴത്തണല്ല, ഇത് എന്റെ ഒരു വലിയ അഭിമാനമുള്ള കാര്യമാണ്. എന്നെ പഠിപ്പിച്ച ടീച്ചറിനെ ഇഷ്ടമെന്ന് പറയുന്നതില് നേരത്തെ കുറെ കഥകൾ പറഞ്ഞിരുന്നേ കോളേജിലെ. അപ്പം എന്തെങ്കിലും ഒരാൾ കോളേജിൽ ഞാൻ പറഞ്ഞിട്ടോ, എനിക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്, എനിക്ക് ഇഷ്ടംപോലെ ആൾക്കാരെ അറിയാം. അങ്ങനെ ഞാൻ കറങ്ങി നടക്കുന്ന ഒരാളാണ്. ഞാൻ ടെക്നോ പാർക്കിൽ ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കും ടീച്ചറിനെ അത് ഒരു കമ്പനി അല്ലെങ്കിൽ ടീച്ചറിൻ്റെ അടുത്ത് വീണ്ടും റിലേഷൻ കീപ്പ് ചെയ്യാൻ തോന്നിയത് ടീച്ചറിന് തന്നെ ഇഷ്ടമുണ്ടല്ലോ. എല്ലാ ടീച്ചർമാരും എല്ലാവരും പോയി മിണ്ടുള്ളൂ. എൻ്റെ വീട്ടിൽ തന്നെ ടീച്ചർമാരെ കൊണ്ട് ഞാൻ പൊറുതി മുട്ടിയിരിക്കുക. അപ്പം നമ്മളെ പണ്ട് അതായത് 10th 12th ടീച്ചർ പഠിപ്പിച്ച ടീച്ചർ നമ്മൾ വീണ്ടും വിളിച്ച് ഇങ്ങനെ ഒരു കോൺടാക്റ്റിൽ ഇരിക്കണമെങ്കിൽ ടീച്ചർ അത്രയും കാര്യമായിട്ട് നമ്മളെ നോക്കുന്നുണ്ട്. എന്നെ മാത്രമല്ല എല്ലാവരും ടീച്ചർ കാര്യമായിട്ടാണ് നോക്കുന്നത്. ടീച്ചറിന് ഡാൻസ് ഇഷ്ടമുള്ളവരെയും ഇപ്പം നല്ലോണം സംസാരിക്കുന്നവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ടോൾക്കറ്റീവ് ആയിരുന്നല്ലേ പണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ അടിയോ ഇങ്ങനെ സംസാരിക്കണേനാ. ഞാനായിരുന്നു ലീഡർ. ഞാനും പണ്ട് എങ്ങനെയായിരുന്നു. എന്നെ അമ്മ വിളിച്ചത് വഴക്കാളി അർജുൻ എന്നാണ്. എന്താ അങ്ങനെ? കാരണം നല്ല വഴക്കുണ്ടാക്കും. എനിക്ക് മിണ്ടായിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ വന്നിട്ട് ആരിവിടെ വെളിയിലത്തെ ചെടിയെ വലിച്ചു പറിച്ച് കളഞ്ഞത്, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം ശരിയാണെന്ന് ഒരാൾ ചോദിച്ചാൽ എല്ലാവരും വേണമെങ്കിൽ ഇങ്ങനെ ഇരിക്കും, നമ്മളല്ലാത്ത പോലെ. പക്ഷേ എനിക്ക് ഒരു 3 പ്രാവശ്യമൊക്കെ ആ ചോദ്യം ചോദിച്ചിട്ട് എനിക്ക് മിണ്ടായിരിക്കാൻ പറ്റില്ല. നമ്മളാരുമല്ല, നമ്മുടെ വയസ്സുള്ള അല്ല എന്നൊക്കെ ഞാൻ ചുമ്മാ ചിലപ്പോൾ പറയും. എനിക്കങ്ങനെ മിണ്ടായിരിക്കാൻ പറ്റില്ല, ആൻസർ ചെയ്യും. അപ്പൊ തർക്കുത്തരം പറഞ്ഞ പോലെ തോന്നും. ഓ അങ്ങനെ, ഓക്കെ ഓക്കെ. അപ്പം ഈ കമന്റ് പറഞ്ഞ പോലെയാണ് ഈ ബോഡി ഷേമിങ്. ചേച്ചിക്ക് ഒരുപാട് ആൾക്കാർക്ക് ഈ ബോഡി ഷേമിങ് എന്താണെന്ന് പോലും പലർക്കും അറിഞ്ഞുകൂടാ. ചുമ്മാ നമ്മളെ കാണുമ്പോൾ ഒരു പരിചയമില്ലാത്തവർ വന്നിട്ട് പറയണം തടിയെ കുറച്ച് കുറയ്ക്കണം കേട്ടോ, വണ്ണം വയറ് കൂടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതിനിപ്പോൾ ഇവർക്ക് എന്ത്? നമ്മൾ തിരിച്ച് ചെന്നിട്ട് ഒരു ഫാമിലിയിൽ ചുമ്മാ നമ്മൾ സെലിബ്രിറ്റി അല്ലേ ആണോ എന്തോ ആയിരുന്നു ഒരു ഫാമിലി ചുമ്മാ വൈഫാണോ നല്ല വണ്ണം ഉണ്ട് കേട്ടോ, വൈഫിന് വണ്ണമൊക്കെ കുറയ്ക്കാൻ പറയും. ആര് പറഞ്ഞു തോന്നൂലെന്ന് അവർക്ക് അപ്പൊ ദേഷ്യം വരുമല്ലോ. നമ്മളിങ്ങനെ ആയതുകൊണ്ട് നമ്മൾ സഹിക്കണം എന്നുള്ളതാണ്. അതെ, ഈ ഡെലിവറി ടൈം ആയപ്പോൾ എനിക്ക് തോന്നുന്നു നോർമലി എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെ വണ്ണം വെക്കാറുണ്ടാവും. ആ ഒരു പ്രശ്നമാണ് എല്ലാവരും അതിനെങ്ങനെ. നമ്മൾ അങ്ങനെ ഒരിക്കലും ഒരാൾക്ക് പറയാൻ പാടില്ല ആ ആൾ വണ്ണം വെക്കുന്ന ചിലപ്പോൾ ആഹാരം കഴിക്കുന്നതുകൊണ്ടായിരിക്കില്ല, പുള്ളിക്ക് എന്തെങ്കിലും ഹോർമോണൽ പ്രശ്നമാണെങ്കിലോ. വണ്ണം മാത്രമല്ല കേട്ടോ, എല്ലാ ബേസിസിലും ഒരാളുടെ അപ്പിയറൻസിനെ പറ്റിയൊക്കെ ഇതൊക്കെ ഇനി ഒരുപാട് വർഷം എടുക്കും ആൾക്കാർ മനസ്സിലായി മാറി വരാനൊക്കെ ഒരുപാട്. അപ്പൊ ഈ ലോകം അവസാനിക്കുകയും ചെയ്യും. അതുവരെ ഇതൊന്നും മാറാൻ പോണില്ല. ഇതൊക്കെ ഉണ്ടാവും, നമ്മൾ ഇത് ഇങ്ങനെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ളത് പഠിക്കുന്നതാണ് ബെറ്റർ. പക്ഷെ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ചേച്ചി അതൊന്നും ബോധേടാവാതെ ഡാൻസ് പിന്നെ അല്ലേ കണ്ടിന്യൂസ് ആയിട്ട്. ഞാനൊക്കെ ആയിരുന്നെങ്കിൽ പിന്നെ സോഷ്യൽ മീഡിയയിലോട്ട് കയറത്തില്ല.
ഒരു പേടിയാണ്. കാരണം അറിയാലോ ഇത് എന്തൊക്കെ വലിയൊരു മീനിങ്ങും ഇല്ല. സോഷ്യൽ മീഡിയയിൽ നമ്മളങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിന്നേ പറ്റൂ. അതെ. എന്തൊക്കെ പറഞ്ഞാലും ബോഡി ഷേമിംഗ് എന്ന് പറയുമ്പോൾ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് അല്ലേ. അത് ശരിക്കും അത് അനുഭവിക്കുന്ന ആൾക്കാരിൽ ഒരാളും കൂടി ഞാനാണ്. എന്നെ കാണുമ്പോഴും എന്തെന്ന് വെച്ചാൽ വണ്ണം വെച്ചിരിക്കണേ, എന്താ അങ്ങനെ ഇരിക്കുന്നൊക്കെ പറയാറുണ്ട്. ശരിക്കും അത് കേൾക്കുമ്പോൾ ഒരു നമുക്ക് സത്യം ചേട്ടൻ പറഞ്ഞ പോലെ സിൽവർ സിസ്റ്റാലോൺ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ. നമ്മൾ മെലിഞ്ഞിരുന്ന ആൾക്കാരേക്ക് നമുക്ക് ഒരു ജീവിക്കാൻ നിവൃത്തിയില്ല, അതുകൊണ്ടാണ് വണ്ണം വെച്ചിരുന്ന പറയും ഒരു എന്തോന്നിനുള്ള വണ്ണം വെച്ചിരിക്കണം എന്ന് പറയും. മറ്റേ റിച്ച് ആയിട്ട് ഡ്രസ് ചെയ്ത് പോയാൽ അവൻ ഭയങ്കര ഷോ ഓഫ് ആണെന്ന് പറയും. സിമ്പിളായിട്ട് പോയാൽ അവൻ നിവൃത്തിയില്ല, അത് പോവർട്ടി ആണെന്ന് പറയും. നമ്മൾ ഇത് നോക്കി നമുക്ക് ഇരിക്കാൻ പറ്റുമോ? അതാണ്. എന്താ പറയാനുള്ള വൈഫിന്റെ ഡാൻസിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഞാൻ ഇന്നലെയാണ് ആദ്യമായിട്ട് എൻ്റെ ഭാര്യയ്ക്ക് ഇത് എൻ്റെ വൈഫാണ്. ഞാൻ ഈ കൊച്ചിനെ ഒരു 5ാം ക്ലാസ് തൊട്ട് കാണാണ്. അപ്പൊ തൊട്ടേ ഇത് ഡാൻസ് കളിക്കുമെന്ന് എനിക്കറിയാം. ഇപ്പോഴത്തെ ഇന്നലത്തേക്ക് എനിക്ക് തോന്നുന്നു എന്നാലും ഒരു സ്പെഷ്യൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും നമ്മൾ എന്തിനും ഡാൻസ് കളിക്കുന്നവരാണ്. എനിക്ക് തോന്നുന്നു മോളുണ്ടായിരുന്നു അല്ലേ, എനിക്ക് തോന്നുന്നു മാമിനെ മാത്രം നമ്മൾ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചേച്ചി ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് വരാത്തത്. പ്രത്യേകിച്ച് ഇന്നലത്തെ സാഹചര്യത്തിൽ ഇത്രയും മീഡിയ ആൾക്കാരൊക്കെ ഉള്ളപ്പോൾ ഇന്നലെ അമ്മ വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും ട്രബിൾഡായി പോയേനെ, പെട്ടുപോയനെ ശരിക്കും അല്ലേ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്നതുകൊണ്ടാണ് ആൻസർ ചെയ്യാതെ പോയാൽ അവർ തന്നെ വലിച്ചേറി ഒട്ടിക്കും. താരാ കല്യാണം സംസാരിച്ചില്ല, അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അങ്ങ് ഈ ബോഡി ഷേമിങ് നമ്മൾ നാട്ടുകാരൊക്കെ പറയട്ടെ, മീഡിയ ആണ് ആദ്യം ഒരു മനുഷ്യനെ കൊല്ലുന്നത്. മീഡിയ കൊന്നു കഴിഞ്ഞിട്ടേ ആൾക്കാർ വരാറുള്ളൂ. ആദ്യം തംബ്നെയിലിട്ട് ക്യാപ്ഷൻ ഇട്ട് ഒരു മനുഷ്യനെ ഇട്ട് കൊടുക്കുന്നത്, ഓഡിയൻസിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ചാനലുകാരാണ്. അതൊരു വലിയ പച്ചയായ സത്യമാണ്. ഇത് കട്ട് ചെയ്ത് കളഞ്ഞാലും കുഴപ്പമില്ല. ഇന്റർവ്യൂ വേണം ഇന്റർവ്യൂ ഇട്ടിട്ട് അതിൽ ആരെയും ചീത്ത വിളിച്ച് ആ കമന്റ് ഡിലീറ്റ് ചെയ്ത് വെക്കുന്ന പിൻ ചെയ്ത് വരെ ഇടാറുള്ളതാണ് ചില ചാനലുകൾ. ഞാൻ പറയുന്നത് ഇട്ട് കൊടുക്കുന്നത് ഫസ്റ്റ് ചാനലാണ്, എന്നിട്ടാണ് ബാക്കി ആൾക്കാർ വരുന്നത്. അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒരുപാട് പേര് നല്ല കമന്റ് പറയുന്നുണ്ട്. നമ്മൾ അത് നോക്കിയാൽ പോരെ.